വേഗം ഓട്. ഓടല്ലേ? ഓടുന്നത് കാണാൻ വേണം. എവിടെയെങ്കിലും ഒളിക്കാം. ഈശ്വര, ഇതെന്താ ദേവലോകാണോ? അല്ലെന്നാ, ഇതാണെന്ന് തോന്നുന്നു ഭൂമിയിലെ സ്വർഗം. ഞാൻ ആലോചിക്കുന്ന അതല്ല, ആ ഗോപസ്ത്രീകളുടെ നടുവിൽ ഞാനൊരു കൃഷ്ണനായിരുന്നെങ്കിൽ. നല്ല ഐഡിയ. പക്ഷേ അന്നന് ചേരുന്നത് ഹനുമാന്റെ വേഷം. മറ്റാണെന്താ കുന്തം വിഴിഞ്ഞ കുമരേശനെ പോലെ നിൽക്കുന്നത്? കുന്തം വിഴുങ്ങി കാണും. എന്റെ ഹൃദയമൊത്ത് പിടച്ചു. ആ തൂണിച്ചാരി നിൽക്കുന്ന സുന്ദരിയുടെ മുഖത്ത് ഒരു ദുഃഖമില്ലേ മച്ചമ്പികളെ? ആ മുഖത്ത് മാത്രമേ ദുഃഖമുള്ളൂ, ബാക്കി എല്ലാം പ്രസന്നമാണ്. നമ്മുടെ പ്രസന്നത പോകുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇത് നമ്മളെ ബുക്ക് ചെയ്ത തിരുമേനിയുടെ വീട്. ആ വാല് ദേ നിൽക്കുന്നു. എന്നാ പിന്നെ വേറെ സ്ഥലം വിടാം. ഇവിടെ നിന്ന് ആ മന്ത്രവാദി നമ്മൾ ആടും പട്ടിയും പൂച്ചയൊക്കെ ആക്കി മാറ്റും. ഓ, ഇനി ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. എന്റെ മനസ്സിവിടെ കുരുങ്ങിപ്പോയി. എന്റെയും ചെറുതായിട്ട് എന്റെയും. എന്നാ പിന്നെ എന്റെ മനസ്സും കൂടെ കുരുക്കാൻ നോക്കാം. എന്ന സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ഇത് തിരുമേനി. ഓ, വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? അയ്യോ, അങ്ങനൊന്നുമില്ല. അന്വേഷിപ്പൻ കണ്ടെത്തും എന്നാണല്ലോ. ഞങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തി. ചട്ടമ്പികൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടായോ? അല്ല, കേട്ടില്ല എന്ന് തോന്നണോ? ചട്ടമ്പികൾക്ക് ഈ സ്ഥലമൊക്കെ ഇഷ്ടായോ എന്ന് ചോദിക്കാം. പിന്നെ അച്ഛനെ, നമുക്കിനി കുറെ നാളോടെ സുഖമായി താമസിക്കല്ലേ? അതേടാ, നല്ല പ്രകൃതി രമണീയമായ കാലാവസ്ഥ. പിന്നെ വടക്ക് ഭാഗത്തേക്ക് തീരെ പോണ്ട. അതെന്ത് വടക്ക് ഭാഗത്ത് മാത്രം പോണ്ടെന്ന് പറയാൻ കാര്യം? അവിടെ സ്ത്രീകൾ വിശ്രമിക്കുന്ന സ്ഥലമായതുകൊണ്ടാ. എടാ ബ്രൂസ്ലി, വടക്ക് ഭാഗത്തേക്ക് പോകുന്ന വഴി പ്രത്യേകം നോക്കി വെച്ചോരും. നോക്കി വയ്ക്കാം. പിന്നെ ഈ ചട്ടമ്പികള് രാത്രിയിൽ അധികം ഇറങ്ങി നടക്കണ്ട. അതെന്താ? രാത്രിയിൽ ഇറങ്ങി നടന്നാൽ യക്ഷികളുടെയും സർപ്പങ്ങളുടെയും ഒക്കെ ഉപദ്രവമുള്ള സ്ഥലമാണേ. അപകടമൊന്നും ഉണ്ടാവണ്ടല്ലോ എന്നോർത്ത് പറഞ്ഞതാ. ഞങ്ങൾക്ക് അപകടമുണ്ടായാൽ ഇയാൾക്ക് എന്താണോ നഷ്ടം? ഞങ്ങളിവിടെ വന്നതേ സുഖവാസത്തിനായിട്ടല്ല, തിരുമേനിയുടെ മകൾക്ക് പ്രേമലേഖനം അയച്ചവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓഹോ, അതിനുവേണ്ടി എന്തപകടമുണ്ടായാലും അത് തരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മളാരാ മനസ്സിലായില്ലല്ലോ? ഞാൻ സേതുമാധവൻ, കാര്യസ്ഥന്റെ മോനാ. ഓഹോ, ആ വാലിന്റെ മോനല്ലേ? ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഏതോ തിരുമേനി ആയിരിക്കും. നല്ല ആരോഗ്യമുള്ള ശരീരം. ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഞങ്ങൾ ഈ ബോഡിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് തരണം. ഇടയ്ക്കിടയ്ക്കല്ല, മിക്കവാറും ദിവസവും തരേണ്ടി വരും. എന്തോ അല്ല, ഈ മസാജ് ദിവസവും തരേണ്ടി വരും. നീയൊക്കെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. നേരത്തെ നമ്മൾ ഇവനെ കാണുമ്പോ ഇത്രയും പൊക്കമുണ്ടായിരുന്നില്ലോ മച്ചാൻ. അവൻ മായാവിയല്ലേ, അവന് പൊക്കം കൂട്ടാനും കുറയ്ക്കാനും കഴിയും. എടാ വിഡ്ഢികളെ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കും മുമ്പ് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഇല്ലെങ്കിൽ ഈ പുരുഷുവിന്റെ തനിനിറം നീയൊക്കെ അറിയും. നീ ഒലത്തും. നിന്നെ കൈയോടെ പിടിച്ച് നിന്റെ തല വെട്ടിയെടുത്ത് ഈ നാട് മുഴുവൻ പ്രദർശിപ്പിച്ചിട്ട് ഞങ്ങളോട് പോകണ തെറ്റ്. അതിനു മുമ്പ് നീയൊക്കെ ചെന്ന് നിന്റെയൊക്കെ തന്തേന്നല്ല ഒന്നുകൂടെ കണ്ടേച്ചും വാ. അങ്ങനെ ഒന്ന് ഉണ്ടെങ്കിൽ ചിലപ്പോ വീണ്ടും കാണാൻ പറ്റിയെന്ന് വരില്ല. ഈ ഉണക്കത്തലയും പറ്റി എന്ത് ചെയ്യണ കുറ്റിച്ചൂര്? എടാ, നിന്റെ ശരീരത്തിലുള്ള മൊത്തം മാംസത്തിന്റെ 10 ഇരട്ടി ഞങ്ങൾ ഒരു ദിവസം തിന്നൂടാ. മാംസം തിന്ന് തടി വളരും, ബുദ്ധി വളരില്ലടാ പട്ടി. ബുദ്ധി അധികം വളർന്നിട്ടാണ് നീ കൊടക്കമ്പി പോലെ ആയിപ്പോയത്. അത് സാരമില്ലടാ നായേ. അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണാ. ഒരു പ്രതിഷ്ഠ. ചട്ടമ്പികളെ, ഈ തറവാട് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. എനിക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞാനിവിടെ വരും. എന്നെ തടഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അപ്പ കാണാം. അത് നമുക്ക് അവനത് മതി. അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞെന്നാ തോന്നുന്നേ. എടാ, എനിക്ക് ജീവിക്കണോടാ. ഓ, ജീവിക്കണം. അപ്പൊ പിന്നെ മച്ചാൻ ഇത്രയും നാൾ എന്തെടുക്കായിരുന്നു? ഇത്രയും നാൾ മച്ചാൻ ഒരു ജീവച്ഛവമായിരുന്നെന്നാ. ജീവച്ഛവം നഷ്ടപ്പെട്ടതെന്തോ തിരിച്ചു കിട്ടാൻ പോകുന്നു എന്നൊരു തോന്നൽ. മച്ചാനെ, നഷ്ടപ്പെട്ടത് ഉറപ്പായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഇതേപോലെ പ്രോഗ്രാമിന് കാസർഗോഡ് പോയിട്ട് അവിടെ നിന്ന് കിട്ടാതെ പോയ അടി തീർച്ചയായും ഇവിടെ നിന്ന് കിട്ടും. അത് ഉറപ്പാ. കോഴിക്കാല് 2 കൂടെ വെക്കട്ടെ. ഇപ്പൊ തന്നെ ഒരുപാടായി. വേണമെങ്കിൽ 5-6 വർഷം കോഴിക്കാലിട്ടോളൂ. ഹായ്, മത്സ്യത്തിന്റെയും മാംസത്തിന്റെയും നാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യ. ഏട്ടും വേണ്ടാത്ത വയ്യാവേലിയൊക്കെ തലയിലെടുത്ത് വെക്കുക.
ഏട്ടനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ആ വാര്യരുടെ പണിയാ. അയാൾക്കും കൂടെ ഇറച്ചി മീനും കഴിക്കാനായിരിക്കും ഇവരിങ്ങോട്ട് കെട്ടിയെടുത്തത്. എനിക്കതല്ല പേടി. ഇനി നമ്മുടെ തിരുമേനിമാർക്ക് ഈ ഇറച്ചിയുടെയും മീനിന്റെ രുചി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേമമായി. കൊച്ചമണി, കരുനാക്കൊണ്ടൊന്നും പറയാതിരിക്കുക. അല്ലേ തന്നെ നമ്മൾ മുട്ടോളം വെള്ളത്തിൽ മുങ്ങിയിരിക്കുക. ഇനി മുഴുവനായി അങ്ങ് മുങ്ങണോ? 1-2 പ്രാവശ്യം രാത്രിയിലാണ് അവൻ വന്നത്. അതുകൊണ്ട് ചട്ടമ്പിമാരാരും രാത്രിയിൽ ഉറങ്ങണ്ട. അപ്പൊ പകലോ ഒട്ടും ഉറങ്ങാൻ പാടില്ല. ഇനി അഥവാ ഉറക്കം വരികയാണെങ്കിൽ ഉറക്കം വരാതിരിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അടിവസ്ത്രം നനച്ചു കൊടുത്താൽ മതി, ഉറക്കം വരില്ല. അണ്ടർവെയർ വെള്ളത്തിൽ നനച്ചു കൊടുക്കാൻ ഞങ്ങൾ ഗുസ്തിക്കാരാ. എടോ, തന്റെ വർത്താനം കേട്ടാ തോന്നുന്നു ഞങ്ങൾ ഇവിടെ ഗുസ്തി പഠിക്കാൻ വന്നിരിക്കുകയാണെന്ന്. അല്ല, അത് പിന്നെ ഏത് പിന്നെടോ നിക്കണ്ട, വാങ്ങാൻ ഞങ്ങൾക്ക് ഉദ്ദേശവുമില്ല. എടോ, എന്തെങ്ങനെ എപ്പോ ആരെ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അതിനൊരു വാലിന്റെ ഒരു ഉപദേശങ്ങൾക്ക് ആവശ്യമില്ല. മനസ്സിലായോ? സാരമില്ല, വാര് പറഞ്ഞ ചട്ടമ്പികൾ കാര്യമായിട്ട് എടുക്കണ്ട. പിന്നെ വടക്കേപ്പുറത്തുള്ള ചുറ്റിക്കളി അധികം വേണ്ടട്ടോ. വേണ്ടെങ്കിൽ വേണ്ട. വേഗം താൻ എന്തിനുള്ള പുറപ്പാടാ? വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാ. ഈ കണക്കിന് പോയാൽ താൻ വീട്ടിലേക്ക് തന്നെ പോകും. തന്റെ വീട്ടിലേക്കല്ല, കാലന്റെ വീട്ടിലേക്ക്. തമാശ. അവന്മാരെന്നോ പിടിക്കൂല്ലേ? പിടിക്കോടോ, ചട്ടമ്പികളും മിടുക്കന്മാരാ. എങ്കിൽ ഞാനിന്ന് വീട്ടിലേക്ക് പോകുന്നില്ല. ആ കാമവനെ പിടിക്കുന്നതാണ് എനിക്കൊരു പൂതി. പിടി കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ മുഖത്തിട്ട് ആദ്യത്തെ അടി കൊടുക്കുന്നത് ഞാനായിരിക്കും. അത് വളരെ നല്ല കാര്യമാണ്. അതിനു മുമ്പ് ആ ചട്ടമ്പികൾ തന്നെ തല്ല എന്നാ ഭാഗ്യം. അത് അതിലും വലിയ തമാശ. ആ മുഖത്തെ ദുഃഖം കണ്ടപ്പോ തന്നെ എല്ലാം എനിക്ക് മനസ്സിലായി. ഭർത്താവ് മരിച്ചുപോയല്ലേ? സാരമില്ല, എന്റെ ഭാര്യ മരിച്ചുപോയി. ഡബിൾ റെഡ് തുല്യ ദുഃഖിതരാ. ഈ ദുഃഖം മറക്കാൻ തുല്യ ദുഃഖമുള്ള ഒരാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ. അയ്യോ, അല്ല, ജല്ലടക്കില്ലേ പ്രേമത്തിന്റെ പരദൃശ്യം ഞാൻ കണ്ടെത്തി. എനിക്ക് തൃപ്തിയായി. നിന്നെ കരവലയത്തിലൊതുക്കുവാൻ, ഒന്നു ചുംബിക്കുവാൻ അഭിനിവേശം. ഈശ്വര, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവല്ലോ. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ കൊച്ചുമണി. എത്ര മാസമായെന്നോ? അതെ, ഈ ഗർഭം മണ്ണ കട്ട. അപ്പോ ഗർഭം ഇല്ലേ? പിന്നെ നിനക്ക് ഛർദ്ദിക്കാൻ വന്നതോ? അതെ, നിങ്ങൾ കെട്ടിപ്പിടിച്ചപ്പോ വായിലെ നാട്ടം സഹിക്കാൻ വയ്യാതെ ഛർദ്ദിക്കാൻ വന്നു. അപ്പൊ പല്ല് വെച്ചിട്ട് വന്നിട്ട് വായുനാറ്റം അകറ്റാൻ കോൾഗേറ്റ് ഡെന്റൽ ക്രീം ഉപയോഗിക്കുക. ശരിക്കും കോൾഗേറ്റ് നിന്റെ അപ്പൂപ്പനെ കൊണ്ടുപോയി കൊടുക്കുക. എന്റെ അപ്പൂപ്പനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. അപ്പൂപ്പനെ കുറിച്ച് മാത്രമല്ല, നിന്റെ അപ്പനെ കുറിച്ചും പറയാം. ലക്ഷ്യം പ്രേതമൊക്കെ ഉണ്ടാവും. സേതു പറഞ്ഞു നേരാണോ ഈശ്വര? അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ലക്ഷ്യോ പ്രേതോ എന്തു വേണേലും വന്നോട്ടെ, എന്നെ ഒരു കോപ്പും ചെയ്യില്ല. നിനക്ക് അവളെ ഇഷ്ടമായോ? ഇഷ്ടായെന്ന് പറഞ്ഞ കെട്ടിച്ചേരോ? ഇഷ്ടായെന്ന് പറഞ്ഞു നോക്ക്. ഇഷ്ടം പറയിക്ക. എന്നാ പിന്നെ വായി നോക്കി സ്ഥലം വിടറ. നീ എന്തിനാണ് ചിരിക്കുന്ന യക്ഷി? നോവല് വായിക്കായിരിക്കുമല്ലേ? കണ്ടിട്ട് എന്ത് തോന്നി? കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. ഇയാൾ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? വേറെ ആരും ഇവിടെ കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടി. ഈ കാവല് നിൽക്കുന്ന പണി എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷെ കുട്ടിക്ക് കാവല് നിൽക്കാനെന്ന് പറഞ്ഞപ്പോ ഞാൻ പാഞ്ഞിങ്ങെത്തി. ഇത് വലിയ ശല്യമായല്ലോ. അതെ, അവനെ കൊണ്ടുള്ള ശല്യം ഇനി ഇവിടെ ഉണ്ടാവില്ല. ഈ ബ്രൂസിലി ഭാസ്കരൻ ബ്ലാക്ക് ബെൽറ്റ് ഇന്ന് അവന്റെ കഥ കഴിച്ചിരിക്കും. ഓക്കെ, ഭാമയ്ക്ക് വേണ്ടിയാ. മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിക്കും. അച്ഛൻ വിളിച്ചിട്ട് തന്നെയാ ഞാൻ വന്നത്. ഒന്ന് പോടോ. കരം വന്നെന്നാ തോന്നുന്നത്. വേഗം ചെന്ന കൈയോടെ പിടികൂടാം. നമ്മൾ ഒറ്റയ്ക്കാ മായാവിടെ അടുത്ത് പോണോ മച്ചാൻ? നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, 4 പേരില്ലേ. നോക്കിയിരിക്കാ.
ആ ചട്ടമ്പികളുടെ ഒച്ചയും ബഹളം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു സേതുവേട്ടനെ അവര് പിടിച്ച് തടവി കാണുന്നു. എന്നെ തടവണമെങ്കിലേ അമരീനെ ഒരു ജന്മം കൂടി ജനിക്കണം. എനിക്ക് പേടിയാവുന്നു. സേതുവേട്ടൻ എന്തിനാ ഇന്ന് ഇങ്ങോട്ട് വന്നത്? അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? ഞാൻ ഇങ്ങോട്ട് ഒരു ദിവസം വന്നില്ലെങ്കിൽ മതിലെടുത്ത് ചാടി എന്റെ വീട്ടിലേക്ക് വരുന്ന ബാമ പറയാറില്ലേ? അങ്ങനെ സംഭവിച്ചാലുണ്ടെന്ന അവസ്ഥയെ കുറിച്ച് ഓർത്തിട്ടാ ജീവൻ പണയം വെച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ചട്ടമ്പികളെ പേടിച്ചിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവന്മാരിപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല. ഞാൻ അവരെ ഒരു ഓട്ട മത്സരത്തിന് അയച്ചിരിക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇന്ന് അവന്മാരെ കണ്ണുപിടിച്ച് കാണാൻ കഴിഞ്ഞു. നാളെ ഇനി എന്തടവ് പ്രയോഗിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. MA പഠിക്കുന്ന കൂട്ടത്തിലെ അല്പം മാജിക്കും കൂടി പഠിച്ചാ മതി. അച്ഛൻ കേൾക്കും. ചട്ടമ്പികൾ മോൾക്ക് കാവൽ നിൽക്കുന്നുണ്ടെന്ന ധൈര്യത്തില് അച്ഛൻ നല്ല ഉറക്ക. ബാമയുടെ അച്ഛന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എന്റെ അച്ഛന്റെ കാര്യ. പ്രേമലേഖനം എഴുതിയവനെ കണ്ടുപിടിക്കുന്നത് കാണാൻ എന്റെ അച്ഛൻ ഇവിടെ പെറ്റെടുക്ക. വിശ്വാസം അവന്റെ പുറകെ ഓടി ഓടി മനുഷ്യന്റെ ഊപ്പാട് വന്നു. അച്ഛാൻ ഓടുന്നത് നല്ലതാ. ഷുഗറും കൊളസ്ട്രോളും സഞ്ചിവാദവും കുറഞ്ഞു കിട്ടും. സഞ്ചിവാദവും അതൊന്നും തന്നാ അതൊരു പ്രത്യേക തരം വാദവാ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല. പ്രായപൂർത്തി ആയവരോട് പറഞ്ഞാലേ മനസ്സിലാകൂ. നീ അവനല്ലേ അവിടെ നിൽക്കുന്നത്? കാവിലോട്ട് ഓടി പറഞ്ഞ അവനെ നീ ഇവിടെ എത്തി. ചിലപ്പോ കാവിലമ്മ തിരികെ കൊണ്ടിട്ടായിരിക്കും. നോക്കി നിൽക്കാതെ പിടിക്കണം അവനെ. മാമേ, ദേ അവന്മാര്. മാമ, ദേ അവന്മാര്. സീതയ്ക്ക് പുറത്തേക്ക് ഓടി അവര് പിടിക്കും. ഇങ്ങോട്ട് വാ. എല്ലാവരും അറിയട്ടെ, നമ്മൾ വന്ന ദിവസം തന്നെ അവനെ പിടിച്ച കാര്യം എല്ലാവരും അറിയട്ടെ. പിടിച്ച് കൂടെ ഞങ്ങൾ ആ തണ്ടിയെ കൈയോടെ പിടിച്ചു. വെളിവിനെ വിളിക്കാതെ ആളുകളെ വിളിച്ചു പറ. ആണുങ്ങളെ ആണുങ്ങളെ ഞങ്ങൾ ആ ചെറ്റയെ കൈയോടെ പിടിച്ച് പിടിച്ചിരിക്കുന്നു. വേഗം പോ, വേഗം പോ. പിടിച്ചു, ആളുകളെ പിടിച്ചു. ഉറക്കം മതിയാക്കി വിളിക്കാൻ. വേഗം പോ. ആരെ പിടിക്കുന്ന? എവിടെ എവിടെ? അവിടെയല്ല, ഇവിടെ. വേഗം വാ. സുഭദ്രേ, വാ. വരുന്നു. ആരാത്? എന്താ? ആരാ? എന്റെ അച്ഛനാ പോണത്. എന്നെ ആരാ? എന്താ? ഇപ്പൊ മനസ്സിലായില്ലേ തിരുമേനിക്ക് ഞങ്ങളുടെ കഴിവിനെ പറ്റി? ചട്ടമ്പികളെ വാതിൽ തുറക്കിൻ. ആദ്യത്തെ അടി ഞാൻ കൊടുക്കും. അതെന്റെ ഒരു ആഗ്രഹം. വാതിൽ തുറക്ക്. മച്ചാൻ, തുറക്ക്. നീ തുറക്കടാ. മച്ചാൻ തുറക്ക്. ആരും തുറക്കണ്ട. മാറി നിൽക്ക്. ഞാൻ തുറക്കാം. അയ്യോ, തിരുമേനി സൂക്ഷിക്കണം. അവന്റെ കയ്യിൽ വല്ല തോക്കോ ബോംബോ മറ്റോ കാണും. ചിലപ്പോ പൊട്ടാസ്യം സൈനായിട്ട് ഇറങ്ങിയ മോതിരം കാണും. സ്വയം ആത്മഹത്യ ചെയ്യാൻ. എന്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയിട്ട് അവൻ ആത്മഹത്യ എന്ത് കോപ്പോ ചെയ്തോട്ടെ. അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കണല്ലോ. കുത്തിയിട്ട് കാണും. ബുദ്ധിയുള്ള കൗകനല്ലേ? സത്യഭാമേ, മോളെ സത്യഭാമേ, സത്യഭാമേ. എന്താച്ചാ? എന്തിനാ വിളിച്ച? ഇങ്ങോട്ടെങ്കിലും വന്നോ? ഇല്ല, ഇവിടെ ആര് വരാനാ? അപ്പൊ മുറിക്കാത്ത ആരുമില്ല. എങ്കിൽ ധൈര്യമായിട്ട് അകത്തിടക്കാം. ഞാൻ നോക്കട്ടെ. എടാ കരടി, ആ മേശവലിപ്പുറം തുറന്നു നോക്ക്. അവൻ അതിനകത്തെങ്ങാനും കാണും. അച്ഛൻ എന്തൊരു പൊട്ടനാണ്. മേശവലിപ്പുറം എങ്ങനെ ആള് കയറിയിരിക്കുന്നത്? എടാവൻ മായാവിയല്ലേ? മായാവിക്ക് എവിടെയും മറന്നിരിക്കാം. ഇതിനകത്ത് മായാവി പോയിട്ട് ഒരു ആള് പോലും ഇല്ല. സത്യപ്പുറ, അവൻ എവിടെ ഒളിപ്പിച്ചത്? ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുട്ടിയെ ഞാൻ രക്ഷിക്കാം. ഇത് കുറെ കഷ്ടാ. അച്ഛാ, ഇയാൾ എന്തൊക്കെയോ ചോദിക്കുന്നു. എന്താണോ മതി തിരഞ്ഞതൊക്കെ? എരുവിനെ, അവൻ ഇങ്ങോട്ട് ഓടിക്കയറുന്നത് ഞങ്ങൾ കണ്ടതല്ലേ? അവൻ ഇതിനകത്ത് തന്നെ കാണും. മണ്ണാങ്കട്ട നിർത്തുന്നതോ? എല്ലാരും വെളിയിലേക്ക് ഇറങ്ങ്. പോകാം പോകാം. മോള് കഥകടച്ചിടുന്നുള്ളൂ. ആ. പാതിരാത്രിക്ക് മനുഷ്യന്റെ സ്വൈരം കെടുത്താൻ ഓരോരോ വേഷം കെട്ടലുകൾ കാത്തിരിപ്പും കണ്ടുകൊടുത്തൊക്കെ മതി. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പിന്നൊരു കാര്യം, കല്യാണപ്രായമായ ഒരു പെൺകുട്ടിയാണുള്ളത്. വെറുതെ ഒച്ചയും ബഹളം ഉണ്ടാക്കി നാട്ടുകാരെ കൂട്ടി അവൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ നോക്കരുത്. ആരോ എനിക്കൊരു സംശയം. അകത്ത് കടന്നവൻ പിന്നെ എങ്ങോട്ട് പോയി? അണ്ണാ, എനിക്ക് വേറൊരു സംശയം. എന്താണത്? അകത്ത് കടന്നവൻ പിന്നെ എങ്ങോട്ട് പോയി? അത് തന്നെയാണല്ലോ ഞാനും ചോദിച്ചത്. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എനിക്കതൊന്നുമല്ല സംശയം. അകത്ത് കടന്നവൻ പിന്നെ എങ്ങോട്ട് പോയി? എടോ, ഞാൻ ഈ ചട്ടമ്പികളെ കൊണ്ട് തന്നെ തല്ലിക്കേണ്ടി വരും. അതെന്തായാലും വേണ്ടി വരില്ല. നല്ല തറവാട്ടി പറഞ്ഞ തിരുമേനിയുടെ കൈ കൊണ്ട് തല്ലുകൊള്ളണമെന്ന എന്റെ ജാതകത്തില്.
ഇന്നലെ രാത്രി ഇവിടെ കള്ളം കയറിയെന്നോ ആരോ അവന്റെ പുറകെ ഓടിയെന്നോ അവന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിയെന്നൊക്കെ കേട്ടല്ലോ. നേരാണോ ചട്ടമ്പികളെ? ആ, ഇന്നലെ അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓഹോ. അതെ, അവന്റെ അമ്മയുടെ ഭാഗ്യം. അവൻ ആരായിരുന്നാലും ഏത് കൊല കൊമ്പനായിരുന്നാലും ഇന്നോ നാളെയോ അവനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടും. നല്ലതുപോലെ കിട്ടുകയും ചെയ്യും. നീ ഇവിടെ ഇങ്ങനെ മിണുമിണാന്ന് പറഞ്ഞ് നടന്നാലേ ചിലപ്പോ നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടും. ഇക്കണക്കിന് പോയ വലിയൊരു മേനിയുടെ നിങ്ങൾക്ക് നല്ല ചാട്ടവാറടി കിട്ടും. നിനക്ക് ചൊറിയുന്നുണ്ടോ? എന്താ ചൊറിഞ്ഞു തരോ? ഞങ്ങളുടെ ഈ സ്മാർട്ട്നെസ് ഒക്കെ കണ്ട് നിനക്ക് ചൊറിയുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ഇനി അഥവാ ചൊറിയുന്നുണ്ടെങ്കിൽ മെഡിമിക്സ് ആയുർവേദിക് സോപ്പ് തേച്ച് കുളിച്ചിട്ട് വട. ഇവിടെ കിടന്നുള്ള നിന്റെ ചുറ്റിക്കളിയൊന്നും വേണ്ട. ഈ വീട്ടിൽ ആരെപ്പോൾ വരണം, എപ്പോ പോണം, ആര് വരരുത് എന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങളാ. പറഞ്ഞു കേട്ടില്ലേ? അകത്ത് ഞാൻ എന്തെങ്കിലും നക്കിട്ട് പോടാ. നമ്മുടെ പേരെന്താന്ന് പറഞ്ഞ? കരടി, കരടി നാരായണൻ. ഞാൻ സിംഹം, സിംഹം സേതുമാധവൻ. കേട്ടോടാ? ഇല്ല. ഇന്നലെ രാത്രി കാണിച്ച ഗോഷ്ടികൾ ഇനിമേൽ ആവർത്തിച്ച് ഈ തറവാടിന് ചീത്ത പേരുണ്ടാക്കി വെച്ച അടിച്ചെല്ലാത്തിന്റെ അണപ്പലിളക്കി കൈയും കാലും വെട്ടി അമേരിക്കയിലേക്ക് അയക്കും എന്ന് പറയാൻ വലിയ തിരുമേനി പറഞ്ഞു. പോട്ടെ. മച്ചാനെ, അവൻ നമ്മളെ ഒന്ന് ആക്കിയതല്ലേ. അവന്റെ നാക്ക് പറിക്കെടുത്ത് അച്ചാറിട്ട് വേണ്ടെണ്ണ, അവൻ ആളല്പം പിശക. കണ്ടിട്ട് നമ്മളെ പോലെയല്ലവൻ. പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണെന്ന് തോന്നുന്നു. അത് ശരിയാ. വെറുതെ ഉടക്കുണ്ടാക്കി അവന്റെ തല്ലു വാങ്ങിയാൽ പിന്നുള്ള വിലയും പോകും. മച്ചാനെ, അവനെ ഒതുക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ചൊന്നും പറയണ്ട. അവൻ നമ്മളെ തല്ലിയാലും തിരിച്ചു തല്ലണ്ട. സത്യഭാമേ, മറുപടി തരാൻ വൈകിയതിൽ ഭാമ എന്നോട് ക്ഷമിക്കില്ലേ? എന്റെ കുറ്റമല്ല, ആ തീരച്ചട്ടമ്പിൽ സമ്മതിക്കണ്ടേ? എനിക്ക് എഴുതാൻ അറിയാൻ പാടില്ല എന്നിട്ട് എന്റെ അമ്മയെ കൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് എഴുതിച്ചതാ. ഇതാ വാങ്ങിച്ചോളൂ. പുരുഷേട്ടാ, എനിക്ക് പേടിയാവുന്നു. ചെറിയമ്മമാരും കൂടെ വന്നിട്ടുണ്ട്. അവര് തൊഴുതോണ്ട് നിക്കുക. ഓഹോ, മറിയം റഷീദയും സുസ്മിതാസനും കൂടെ ഉണ്ടല്ലേ? എങ്കിലൊരു പണി ചെയ്യാം. ഞാൻ രാത്രിയിൽ അങ്ങോട്ട് വരാം. പിൻഭാഗത്ത് വാതിൽ തുറന്നിട്ടാൽ മതി. നേരം വെളുക്കോളം നമുക്കിരുന്ന് സല്ലപിക്കാലോ. അയ്യോ, അത് വേണ്ട. എന്താ, ബാമയ്ക്ക് ഭയമാണോ? ഞാനുള്ളപ്പോൾ ബാമ ആരെയും പേടിക്കണ്ട. ബി സ്മാർട്ട്. അതല്ല, ആ ചട്ടമ്പികൾ പറഞ്ഞുകൊണ്ട് നടക്കണ എന്താണെന്നറിയോ? പുരുഷേട്ടനെ കയ്യോടെ പിടിച്ച് തല്ലിക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കി പുരാവസ്തു ഗവേഷണ വകുപ്പിന് അയച്ചു കൊടുക്കൂത്രേ. എനിക്ക് പേടിയാവണം പുരുഷേട്ടാ. പേടിക്കണ്ട. നമ്മുടെ പവിത്രമായ പ്രേമം തകർക്കാൻ നടക്കുന്നവന്മാരെ ഇന്ന് തന്നെ ഞാൻ ഒന്ന് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ കാണാറ. നീയോ? അതെ ഭാമേ, ഈ ക്ഷേത്ര പരിസരം മിക്കവാറും ഒരു ചോരക്കളമായി മാറാൻ സാധ്യതയുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? ഇല്ലല്ലോ. പറഞ്ഞുതരാം. ഓ, ലോകം മുഴുവൻ കിടുകിടാ വിറപ്പിച്ച ബ്രൂസ്ലി ആശാന്റെ അരുമ ശിഷ്യൻ ബ്രൂസ്ലി ഭാസ്കരൻ. ജപ്പാനിൽ നിന്ന് ജൂഡോയും റഷ്യയിൽ നിന്ന് കാഡോയും പാസ്സായിട്ടുള്ളവൻ. കരാട്ടയിൽ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആണ്. ബ്ലാക്ക് ബെൽറ്റ്. നീ ബ്ലാക്ക് ബെൽറ്റ് ആണെങ്കിൽ ഞാൻ ബ്ലാക്ക് ക്യാറ്റ് ആണോ? ബ്ലാക്ക് ക്യാറ്റിന്റെ ശക്തി കാണണോ? എങ്കിൽ കാണാം. ഒരംഗത്തിന് ഞാൻ ഒരുക്കം. ഓം ചാമുണ്ടേ ഗുലുഗുലു ചുളു ചുളു വശമാനായ ആമുഖേ എന്ന മന്ത്രം ഉപയോഗിച്ച് നിന്നെ ഞാനൊരു കുട്ടി കൊരങ്ങനാക്കി കളയുമടാ. കല്യാണം കഴിയുന്നത് വരെ എന്റെ ഭാമയ്ക്ക് കളിക്കാനൊരു കൂട്ടാകുമല്ലോ. അയ്യോ, കണ്ടില്ലേ പുരുഷേട്ടന്റെ ശക്തി? ഭാമ പോയിക്കോളൂ, രാത്രി കാണാം. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? കുറച്ച് സംഭാരം തരുമോ? സാമ്പാറോ? സാമ്പാറല്ല, സംഭാരം. സംഭാരം. സാമ്പാറും സംഭാരം ഒക്കെ തരാനാ അവിടെ ആളെ നിർത്തിയിട്ടുള്ളത്. അവരോട് പോയി ചോദിക്കേ. സമ്പ്രാട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ ഒരു മോഹം. എന്താ പ്രശ്നം? ഇയാൾക്ക് ഇത്തിരി സംഭാരം വേണോന്ന്. എന്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കാൻ മോഹാണത്രേ. അതിനെന്താ സുഭദ്രേ, ചട്ടമ്പിയുടെ ഒരു മോഹമല്ലേ, നീ അങ്ങോട്ട് കൊടുക്കുക. ശങ്കിക്കണ്ട, കൊണ്ടുവന്ന് കൊടുത്തോളൂ. നല്ല സ്നേഹമുള്ള ഭർത്താവ്. തിരുവേലിയുടെ നാട് എവിടെയാണാവോ? ഊളമ്പാറ. കലക്കി കലക്കി. ഹായ്, നിന്റെ കൈ കൊണ്ട് തന്നെ അങ്ങ് കൊടുക്കുക. ചട്ടമ്പിയുടെ മോഹം അങ്ങോട്ട് തീരട്ടെ. അയ്യോ, നിനക്ക് അവളെ ഇഷ്ടമാണോ? ഹായ്, അങ്ങനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ പറയാ? പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഭയങ്കര ഇഷ്ടായി. എന്റെ ഭാര്യ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. എന്താ ഏട്ടാ പ്രശ്നം? ആദ്യം പിടിക്കുക, എന്നിട്ട് കഥ പറയാം.
എന്താ എന്താണ് എന്താ ഇവന്മാരെന്നെ കൊല്ലാൻ വരുന്നത്. നിനക്ക് എന്റെ ഭാര്യ ഞാൻ കെട്ടിച്ചു തരണോ ഏഭ്യ നിന്നെ എന്ന് കാണിച്ചു എന്താ 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 തിരുമേനി എന്താ പ്രശ്നം? പ്രശ്നം ഇവൻ എന്റെ ഭാര്യ ഇഷ്ടമാണ്. തമ്പ്രാട്ടിയെ എനിക്ക് എന്റെ അമ്മയെ പോലെ ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മയെ പോലെ ഇഷ്ടമാണെങ്കിൽ പിന്നെ കയ്യെ കയറി പിടിച്ചതോ? അത് പനി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പിടിച്ചതാ. ഓ അതാണ് ആ കാര്യം. തിരുമേനിക്ക് ഭാഗ്യമുണ്ട്. പനി ഉണ്ടോ നോക്കാൻ സാധാരണ അണ്ണം പിടിച്ചു നോക്കാറുള്ളത് കയ്യിലല്ല. തിരുമേനി പോട്ട് തിരുമേനി അങ്ങ് ക്ഷമിച്ചു കേള. തിരുമേനിയുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. എടാ കൊടുവാളെ എന്നാ പിടിച്ചു നോക്കിയപ്പോ മനസ്സിലായില്ലേ പനിയില്ലാന്ന്. ഇനി വിടാൻ മേലെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ല. ഇപ്പൊ പനി എനക്ക് താ. അപ്പൊ നിന്റെ പനിയും മാറ്റാം തിരുമേനിമാരുടെ ഫീലിങ്സും മാറ്റാം. ഇതങ്ങോട്ട് പിടിച്ചാട്ടെ. ഇതും സകല ഫീലിങ്സും പപ്പടം. എന്താണോ ഇത്? ഇളനീരായിരിക്കും അല്ലേ? ഏയ് നല്ല ഒന്നാം തരം നാടൻ പാറ്റുചാരായ. ഇത് ദോഷല്ലേ? ദോഷം തന്നെയാണ്, പക്ഷെ ഗുണവും ഉണ്ട്. സ്വപ്നം കാണും, മനസ്സിലുള്ളത് നേരിട്ട് കാണും പോലെ കാണും. രണ്ടുപേരും കുടിച്ചാട്ടെ.